വയനാട്ടിൽ വീണ്ടും കടുവയുടെ ആക്രമണം. ആശ്രമക്കൊല്ലി ഐക്കരക്കൊടിയിൽ തൊഴുത്തിൽ കെട്ടിയ പശുവിനെ ആക്രമിച്ചു. ശബ്ദം കേട്ട് വീട്ടുകാർ വന്നതോടെ കടുവയും പശുവും ചാണകക്കുഴിയിൽ വീണു. കഴിഞ്ഞ ദിവസവും ഇതിന് സമീപത്ത് കടുവയിറങ്ങി കാളക്കുട്ടിയെ കൊന്നു തിന്നിരുന്നു. അരുൺ പാറയ്ക്കൽ ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. അരുൺ, വീണ്ടും ഒരു കടുവയാക്രമണം. വയനാടൻ ജനതയുടെ ഭീതി ഏറ്റിക്കൊണ്ടാണ് ഈ വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത്. എന്താണ് സംഭവിച്ചതെന്നാണ് നാട്ടുകാർ പറയുന്നത്? പ്രവിത, വയനാട് പുൽപ്പള്ളിയിൽ വീണ്ടും കടുവയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ആശ്രമക്കൊല്ലി ഐക്കരക്കുടിയിൽ എൽദോസിന്റെ തൊഴുത്തിൽ കിട്ടിയ പശുവിനെയാണ് കടുവ ആക്രമിച്ചത്. ആ ശബ്ദം, അതായത് പശു കരയുന്ന ശബ്ദം കേട്ടാണ് വീട്ടുകാർ പുറത്തേക്ക് എത്തിയത്. ആ സമയത്തേക്കും കടുവയും പശുവും ഈ ചാണകക്കുഴിയിലേക്ക് വീഴുകയായിരുന്നു. തുടർന്ന് കടുവ രക്ഷപ്പെട്ടു. എന്തായാലും തുടർച്ചയായ ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള കടുവ ആക്രമണങ്ങൾ ഉണ്ടാവുന്നു. 10 സ്ഥലത്ത്, കഴിഞ്ഞ ദിവസം നാട്ടുകാർ പറഞ്ഞതുപോലെ 10 സ്ഥലത്ത് കടുവയുടെ സാന്നിധ്യം ഈ പുൽപ്പള്ളി മേഖലയിൽ സ്ഥിരീകരിച്ചു. പക്ഷേ വനം വകുപ്പ് യാതൊരു വിധത്തിലുള്ള നടപടികളും എടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഇന്നലെ ഈ കടുവ രാത്രി തോട്ടത്തിലേക്ക് കയറിപ്പോയി എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. ആ പ്രദേശത്ത് കടുവയുടെ കാൽപ്പാടുകൾ പതിഞ്ഞിട്ടുണ്ട്. ഈ വീടിന്റെ സമീപ പ്രദേശമായ 56-ലാണ് ഇന്നലെ രാത്രി ബൈക്കിൽ വീട്ടിലേക്ക് വരുന്ന വഴി വാഴിയിൽ അനീഷ് എന്ന യുവാവ് കടുവയുടെ മുന്നിൽപ്പെട്ടത്. തുടർന്ന് ഈ യുവാവ് ബൈക്കിൽ നിന്ന് വീഴുകയും പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തെ ബത്തേരിയിലെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. തുടർച്ചയായ ദിവസങ്ങളിൽ ഇങ്ങനെ കടുവ ആക്രമണം ഉണ്ടാകുന്നതിൽ നാട്ടുകാർ ഒന്നാകെ ഭീതിയിലാണ്. ഇപ്പോൾ പുതുതായി വന്നത് ഐക്കരക്കുടിയിലാണ് ഏറ്റവും അവസാനം കടുവയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. പ്രവിത, അരുൺ പാറയ്ക്കലാണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. വലിയ പ്രതിസന്ധിയിലാണ് വയനാടൻ ജനത എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. വയനാട്ടിൽ വീണ്ടും കടുവയുടെ ആക്രമണം.